Good afternoon, all. Good afternoon. Okay, അപ്പൊ കഴിഞ്ഞ ദിവസം എടുത്തത് വായിച്ചു നോക്കിയിരുന്നോ? മോഡലുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ ഒബ്ജക്റ്റീവ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എവിടെ വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്? ഇവിടെ വരെ എടുത്തു നിർത്തിയത് അതായത് നമ്മൾ അതിന്റെ ഫങ്ഷൻസ് അല്ലെ സ്റ്റാർട്ട് ചെയ്തു. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു നിർത്തി അല്ലേ? ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെ? നമുക്ക് അതിന്റെ ഫങ്ഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നിർത്തിയായിരുന്നു. നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ അല്ലേ? അപ്പൊ നമ്മള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കണ്ടു. അതിന്റെ വ്യത്യസ്ത വ്യക്തികളുടെ അല്ലെങ്കിൽ വ്യത്യസ്ത മോഡലുകൾ, അതിന്റെ ആ ഒരു നേച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഞാൻ ഒരു ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നല്ല ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ള കാര്യത്തിൽ അല്ലെ അതുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ ആസൂത്രണം ചെയ്ത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമാണ് ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ? അപ്പോ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഫങ്ഷൻ ഉണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. ഫസ്റ്റ്ലി നമ്മൾ കണ്ടു പ്ലാനിങ്, സ്റ്റാഫിങ്, ഡെവലപ്പിംഗ്, മോണിറ്ററിങ് ആൻഡ് മെയിൻറ്റെയിനിങ്, മാനേജിങ് റിലേഷൻഷിപ്പ് അല്ലെ? അത്തരത്തിലുള്ള ഫംഗ്ഷനുകൾ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇവാലുവേഷൻ അല്ലെ? അത്തരത്തിലുള്ള ഫംഗ്ഷനുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഫസ്റ്റ് വൺ പ്ലാനിങ്. നമ്മൾ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? എന്നും പറയേണ്ടതില്ലല്ലോ ക്വസ്റ്റ്യൻ പാരഗ്രാഫ്. The functions performed by managers are common to all organization. എല്ലാ ഓർഗനൈസേഷനിലും ഇതുള്ളതാണ്. തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ ആസൂത്രണം ചെയ്ത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് അല്ലെ അവരുടെ ആ ഒരു ഹ്യൂമൻ റിസോഴ്സിനെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ്സ്, സാഹചര്യം, കേസ് കൺട്രോളിംഗ് ഒക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രോസസ്സ് അവരുടെ സ്കില്ല് അല്ലെങ്കിൽ അബിലിറ്റി വികസിപ്പിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം കൃത്യസമയത്ത് തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്താലാണ് ഓർഗനൈസേഷനിൽ അതിന്റെ എന്താണ് റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ? നമുക്കപ്പോ നോക്കാം എന്താണ് പ്ലാനിങ്. പ്ലാനിങ്ങിലെ പ്രധാനമായിട്ട് പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ് in the light of an organization's environment, mission and objectives, strategies and internal strategies and internal strength and weakness, including its structure, culture, technology and leadership. Okay. അതായത് ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും പ്ലാൻ ചെയ്യുന്നത് അല്ലെ? ഇൻ കേസ് നമ്മുടെ ഓർഗനൈസേഷനിൽ എത്രത്തോളം എന്താണ് പീപ്പിൾസ് അല്ലെ അവിടെ എംപ്ലോയീസ് ആവശ്യമുണ്ട്, അവരെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്തത്? തീർച്ചയായിട്ടും നമുക്കറിയാം ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ അത് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്താൽ മാത്രമാണ് അവരെ നല്ല ഒരു ഘടനയോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അതിനനുസരിച്ചിട്ട് ഹ്യൂമൻ റിസോഴ്സിനെ കൈകാര്യം ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് മുൻകൂട്ടി ഒരു ആസൂത്രണം അവിടെ ആവശ്യമാണ് അല്ലെ? എങ്കിൽ മാത്രമാണ് നല്ല ലീഡർഷിപ്പോട് കൂടിയിട്ട് അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനും നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിപ്പിക്കാനും അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്, ആസൂത്രണം ചെയ്യുക. പ്ലാനിങ് എന്ന് പറയുമ്പോൾ പ്രിപ്പയറിംഗ് ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ് അല്ലെ? അവിടെ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സിനെ കുറിച്ചിട്ട് നേരത്തെ കൂട്ടി ചിന്തിക്കുക അല്ലെ? അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. പ്ലാനിങ് എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ്.
അല്ലെ ഭാവിയിൽ വരാവുന്ന ഹ്യൂമൻ റിസോഴ്സ് ഹ്യൂമൻ ബീയിങ്ങിന്റെ ആവശ്യകത അതിനെ നേരത്തെ കൂട്ടി ചിന്തിക്കുക അല്ലെ ഫോർകാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നേരത്തെ കൂട്ടി പ്രവേശിക്കുക അതാണ് പ്രധാനമായിട്ടും പ്ലാനിങ് പ്രോസസ്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വരാൻ പോകുന്ന പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ടെക്നോളജിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ ആയിരിക്കും. ആ ഘടനയിൽ ആ ഒരു സാലറി പാക്കേജിലൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇന്ന റെസ്പോൺസിബിലിറ്റി ഒക്കെ നിർവഹിക്കാൻ പറ്റുന്ന പേഴ്സൺസിനെയൊക്കെയാണ് നേരത്തെ കൂട്ടിയിട്ട് ആലോചിച്ച് ഉറപ്പിച്ച് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഓക്കെ, മെസ്സേജ് അയച്ചു തുടങ്ങി. മെസ്സേജ് അയച്ചാലാണ് എനിക്ക് കാണാൻ കഴിയുള്ളൂ. ഓക്കെ, നിങ്ങൾ ഓക്കെ ആണെന്നുള്ളത്. നെക്സ്റ്റ് നോക്കുക സ്റ്റാഫിംഗ്. അപ്പൊ പ്ലാനിങ് നമ്മൾ ആസൂത്രണം ചെയ്തു ഇത്രയും വ്യക്തികളൊക്കെ ആവശ്യമായിട്ട് വേണ്ടി വരുന്നുള്ളത്. ഇനി നെക്സ്റ്റ് സ്റ്റാഫിംഗ്. സ്റ്റാഫിംഗ് എന്താണെന്ന് നോക്കാം. Obtaining people with the appropriate skills, abilities, knowledge and experience to fill jobs in the work organization. Okay, ഒരു ഓർഗനൈസേഷൻ ഇതൊരു സ്ഥാപനമാണ് എങ്കിൽ ആ സ്ഥാപനത്തിൽ നമുക്കറിയാം ഏത് ജോലിയാണ് ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അത്യാവശ്യം അറിവുണ്ടായിരിക്കണം. ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അനുഭവജ്ഞാനം ഉണ്ടായിരിക്കണം അല്ലെ. പ്രത്യേകിച്ചുള്ള കഴിവുകൾ എബിലിറ്റീസ് ഒക്കെ ഉള്ള വ്യക്തികളെയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് അല്ലെ. അവിടെ നമുക്ക് ഡ്യൂട്ടിക്കായിട്ട് നിയോഗിക്കേണ്ടത്. അപ്പൊ obtaining people with the appropriate skills, abilities, knowledge and experience to fill jobs in the work organization. അങ്ങനെയുള്ള പീപ്പിൾസിനെ അല്ലെ, അങ്ങനെയുള്ള നോളജ് ഏത് ജോലിയാണ് ആ ജോലിക്ക് യോഗ്യമായിട്ടുള്ള എക്സ്പീരിയൻസും അറിവും കഴിവും ഉള്ള പേഴ്സൺസിനെ അല്ലെ അത് കണ്ടെത്തുക എന്നുള്ളതാണ് സ്റ്റാഫിംഗിൽ വരുന്നത്. ഈ പ്രാക്ടീസസ് ആർ ഹ്യൂമൻ റിസോഴ്സസ് പ്ലാനിങ്, ജോബ് അനാലിസിസ് ആൻഡ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻസ്. ഓക്കെ, ഇതിൽ നമുക്കറിയാം ഈ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് അങ്ങനെയുള്ള പേഴ്സൺസ് എത്രത്തോളം പേരിട്ട് വേണ്ടി വരുന്നൊക്കെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അത് മാത്രമല്ല നമുക്കറിയാം ഇപ്പൊ ഒരു 4 പോസ്റ്റാണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ലഭ്യമാകാനായിട്ട് ശ്രദ്ധിക്കും. കാരണം ആ ഒരുപാട് ആപ്ലിക്കേഷൻസിൽ നിന്ന് നല്ല ബെസ്റ്റ് ഒരെണ്ണത്തിന് നമുക്ക് അല്ലെ 3-4 പേരെ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. സോ ഇത്തരത്തില് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മുടെ കമ്പനിയിലേക്ക് ലഭ്യമാകണമെങ്കിൽ നമുക്കറിയാം റിക്രൂട്ട്മെന്റ് നടപടികളാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പൊ ആദ്യമേ തന്നെ നമുക്കറിയാം ജോബ് അനലൈസ് ചെയ്ത് അല്ലെ ഏത് ജോലിയാണ് ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്താനായിട്ട് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. അതനുസരിച്ചിട്ടുള്ള യോഗ്യതയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കുന്നു. അതിനനുസരിച്ച് റിക്രൂട്ട്മെന്റ് നടപടികൾ എടുക്കുന്നു. അതിനുശേഷമാണ് നമുക്കറിയാം ഇന്റർവ്യൂ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് ഇന്ന പേഴ്സൺസിനെയൊക്കെ സെലക്ട് ചെയ്യുകയും മറ്റുള്ളവരെയൊക്കെ നമ്മൾ റിജക്ട് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ. അപ്പൊ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താ പറയുന്നത് obtaining people with appropriate skills അല്ലെ അനുയോജ്യമായിട്ടുള്ള കഴിവിട്ട അല്ലെങ്കിൽ നോളജ് ഉള്ള എക്സ്പീരിയൻസ് ഉള്ള പേഴ്സൺസിനെ കണ്ടെത്തുക എന്നുള്ള പ്രോസസ് നമ്മൾ സ്റ്റാഫിംഗ് എന്ന പ്രോസസ്സിൽ നടപ്പാകുന്നത്. ആണോ? സ്റ്റാഫിംഗ് എന്താണെന്നുള്ളത് ക്ലിയർ ആണോ? obtaining peoples with appropriate skills, abilities. ഓക്കെ, അതേമാതിരി തന്നെ അതിന്റെ കീ പ്രാക്ടീസസ് നമ്മൾ കണ്ടു. എന്താണ് അതിന് വരുന്നതാണ് പ്ലാനിങ്, ജോബ് അനാലിസിസ് ആൻഡ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻസ് അല്ലെ. ഇതെല്ലാം അതിന്റെ സ്റ്റാഫിംഗിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡെവലപ്പിംഗ്. ഡെവലപ്പിംഗ് എന്ന് പറയുമ്പോൾ അനലൈസിങ് ലേണിംഗ് റിക്വയർമെന്റ്സ് ടു എൻഷുർ ദാറ്റ് എംപ്ലോയീസ് possess analyzing learning നോക്കാം. analyzing learning requirements to ensure that employees possess the knowledge and skills to perform satisfactorily in their jobs or to advance in the organization. Okay, അപ്പൊ ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമ്മൾ കണ്ടെത്തി ഒരു നല്ല പേഴ്സൺസിനെ അനുയോജ്യമായിട്ടുള്ള പേഴ്സൺസിനെയൊക്കെയാണ് നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അവര് ഓക്കെയാണ്. പക്ഷെ എങ്കിൽ കൂടി നമുക്കറിയാം അവരുടെ സ്കില്ല് നോളജ് അല്ലെ അത് ഇത്തിരി കൂടി തൃപ്തികരമാക്കി എടുക്കണം അല്ലെ. ആ ഒരു ഓർഗനൈസേഷന് വേണ്ടി ഒരു പക്ഷെ അവർ യോഗ്യരായിരിക്കാം, പക്ഷെ ഒരു സ്പെഷ്യലൈസ്ഡ് നോളജും കൂടി ചിലപ്പോൾ അവർക്ക് കൊടുക്കണമെന്നുള്ള തോന്നുന്ന ഓർഗനൈസേഷൻ ഉണ്ടായിരിക്കില്ല. തീർച്ചയായിട്ടും എന്താണ് അവർക്ക് നേരത്തെ കൂട്ടി അതിനനുസരിച്ചുള്ള ഒരു ട്രെയിനിങ്ങോ അല്ലെ ഡെവലപ്മെന്റ് പ്രോസസ് ഒക്കെ കൊടുത്ത് അവരുടെ സ്കിൽ അല്ലെങ്കിൽ നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള സാധ്യത ഉള്ള അവരുടെ കഴിവുകൾ അറിവുകളെ നോളജ് ആൻഡ് സ്കില്ല് അത്
വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള പ്രോസസ്സിംഗ് ആണ് എന്തിന് വരുന്നത്, ഡെവലപ്പിംഗ് എന്നുള്ള ഫംഗ്ഷനിൽ വരുന്നത്. പെർഫോമൻസ് അപ്രൈസൽ ക്യാൻ ഐഡന്റിഫൈ എംപ്ലോയി കീ സ്കിൽസ് ആൻഡ് കോമ്പറ്റീറ്റൻസ്. ഓക്കെ, നമുക്കറിയാം അവരുടെ പ്രകടനം നോക്കി കഴിയുമ്പോഴാണ് ഓക്കെ എംപ്ലോയിയുടെ സ്കില്ല് ഓക്കെ അത് കുഴപ്പമില്ലാത്തതാണ് അല്ലെ, വരുന്ന ചലഞ്ചസിനൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇൻ കേസ് അവർക്ക് അതിന് ഇത്തിരി കൂടി ഒരു ട്രെയിനിങ്ങിന്റെ കൂടെ ഒക്കെ ആവശ്യകതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഡെവലപ്മെന്റ് പ്രോസസ്സിലാണ്. അതിനനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് ആക്കി കൊടുത്ത് അവരുടെ നോളജ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ പ്ലാനിങ് ആണ്. നമുക്കറിയാം പ്രിപ്പയർ ആൻഡ് ഫോർകാസ്റ്റ് ഫോർ ഫ്യൂച്ചർ ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സസിന്റെ ആവശ്യകതയെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ്. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺസിനെ സ്കിൽ നോളജ് അല്ലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തുന്നതാണ്. ഡെവലപ്പിംഗ് എന്ന് പറയുന്നത് ഉള്ള ആ ഒരു കാൻഡിഡേറ്റ് അല്ലെ, ഒരു നോളജും സ്കില്ലൊക്കെ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ തന്നെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തെടുക്കാൻ, അവരുടെ നോളജും സ്കില്ലും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷനാണ് ഇവിടെ ലഭ്യമാക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ്. ഓക്കെ, മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ്ങിന്റെ ആ ഒരു വേർഡ്സ് അല്ലെ സെന്റൻസ് കറക്റ്റ് ആയിട്ട് വീണ്ടും പിന്നെ റിപ്പീറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കാം. മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് അല്ലെ, ദാറ്റ് ഈസ് എ ഡിസൈൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ റിവാർഡ് സിസ്റ്റം. ഹ്യൂമൻ റിസോഴ്സ് പ്രാക്ടീസസ് include job evaluation, performance appraisal, pay and benefits. Okay, നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ഒരു പേഴ്സൺ അത് വ്യക്തി നല്ല ആയിട്ടൊക്കെ നന്നായിട്ട് തന്നെ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരെ കുറച്ചും കൂടി അല്ലെ എഫിഷ്യന്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവർക്ക് ഒരു മാക്സിമം ഒരു മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ റിവാർഡ് സിസ്റ്റം കൊടുക്കും. ഓക്കെ, അങ്ങനെ റിവാർഡ് സിസ്റ്റം കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത, അവർ ഇച്ചിരി കൂടി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങും അല്ലെ. ഒരു വ്യക്തി ഇപ്പൊ ഇത്രയും ടാർജറ്റ് ഒക്കെ അറ്റൈൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ഇത്ര സമയത്തിലുള്ള ഒരു ടാർജറ്റ് ഒക്കെ അറ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ കോംപ്ലിമെന്റ് റിവാർഡ് ഒക്കെ അവർക്ക് കൊടുക്കും. സോ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ പ്രത്യേകത, അവർക്ക് കുറച്ചും കൂടി എന്നെ ഞാൻ ചെയ്ത ആ വർക്കിൽ തൃപ്തി അല്ലെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ മാനേജ്മെന്റിന് തോന്നിച്ചു എന്നുള്ളൊരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സെൽഫ് അല്ലെ ഒരു ആത്മാഭിമാനം അവർക്ക് നേടിയെടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. സോ അത് അങ്ങനെ വരുമ്പോഴെന്താണ് തീർച്ചയായിട്ടും കമ്പനിയിൽ ഇച്ചിരി കൂടി അല്ലെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടൊക്കെ അവര് വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങും. അങ്ങനെ റിസൾട്ട് എളുപ്പത്തിൽ നേടിയെടുക്കാൻ ഓർഗനൈസേഷനെ സംബന്ധിച്ച് സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവരുടെ പെർഫോമൻസ് വിലയിരുത്തണം അല്ലെ, അവരുടെ പ്രകടമാകുന്ന പെർഫോമൻസ് ഒക്കെ വിലയിരുത്തേണ്ടത്. അപ്പൊ ദാറ്റ് ഈസ് ആൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിവാർഡ് സിസ്റ്റംസ്. അത് റിവാർഡ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് നടത്തുന്നത് അല്ലെ. തീർച്ചയായിട്ടും HR പ്രാക്ടീസസ് ഇൻക്ലൂഡ് ജോബ് ഇവാലുവേഷൻ, പെർഫോമൻസ് അപ്രൈസൽ, പേ ആൻഡ് ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പൊ ജോലി അവർക്ക് കൊടുത്തിരിക്കുന്ന ജോലി ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് അല്ലെ വിലയിരുത്തി കഴിഞ്ഞിട്ട് പെർഫോമൻസ് ഒക്കെ എങ്ങനെയാണ് ഓക്കെ അത് ബെറ്റർ ആണെങ്കിൽ അതനുസരിച്ചുള്ള റിവാർഡും പാരിതോഷികങ്ങളൊക്കെ അല്ലെ മറ്റേതെങ്കിലുമൊക്കെ ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർക്കൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യും അല്ലെ. അവരൊന്നും കൂടി മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇതിനും കൂടി കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള താല്പര്യം അവര് പ്രകടിപ്പിക്കുക. സ്ഥാപനത്തിനോട് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെ ഒരു നല്ല രീതിയിൽ തന്നെ എന്താ പറയാ സ്ഥാപനത്തിനോട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണമെന്നുള്ള ഒരു താല്പര്യമൊക്കെ അവരിൽ ജനിക്കാൻ തുടങ്ങും. കാരണം അവര് അല്ലെ ഒരു പ്രത്യേകമായിട്ടൊക്കെ റിവാർഡ് കൊടുത്ത് എന്താണ് ബൂസ്റ്റപ്പ് ചെയ്തിരിക്കുന്നതാണ്. സോ അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, റിവാർഡ് അല്ലെങ്കിൽ എന്താണ് അവിടെ അപ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പുകഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ. ഇപ്പൊ ഒരു ഹ്യൂമൻ റിസോഴ്സ് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് മാക്സിമം അക്വാർട്ടോട് കൂടിയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കും, നല്ല റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കും അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഈ ഫംഗ്ഷനിൽ ഉൾപ്പെടുത്തി പോകുന്നത്. ഫസ്റ്റ് വൺ പ്ലാനിങ്, ദെൻ സെക്കൻഡ് സ്റ്റാഫിങ്, ഡെവലപ്പിംഗ്, ദെൻ മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ്. ഓക്കെ അല്ലേ? ഓക്കെയാണോ? സ്റ്റാഫിങ്ങും പ്ലാനിങ് ഒക്കെ ജസ്റ്റ് അങ്ങനെ കുറെ നോട്ട് ചെയ്ത് പോവാം. ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. അതേമാതിരി ഡെവലപ്പിംഗ് എന്ന് പറയുന്നത് നോളജ് സ്കില്ലും എന്ന് വളർത്തിയെടുക്കാനായിട്ട് അല്ലെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറയുകയാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം മാനേജിങ് റിലേഷൻഷിപ്സ്. മാനേജിങ് റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പോൾ encompasses a range of employee involvement participation schemes in non-union or union workplace. എന്താണ് ഇവിടെ യൂണിയന്റെ കാര്യമൊക്കെ പറയുന്നത്? അതായത് എന്താണ് നമ്മുടെ അല്ലെ ഒരു ഓർഗനൈസേഷനൊക്കെ ആവുമ്പോൾ തൊഴിലുടമ ഉണ്ടാവും, തൊഴിലാളികൾ ഉണ്ടാവും, തീർച്ചയായിട്ടും എംപ്ലോയർ ഉണ്ട്, എംപ്ലോയി ഉണ്ട്.
ഈ പറഞ്ഞ മാതിരി തന്നെ എംപ്ലോയർ തൊഴിലാളി നന്നായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടൊക്കെ റിവാർഡൊക്കെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ചില ടൈമിലൊക്കെ ഈ പറഞ്ഞോണം എംപ്ലോയി എത്രമാത്രം വർക്ക് ചെയ്താലും അവർക്ക് ശരിയാവണ്ണം കൂലി വരെ കൊടുക്കാത്ത അല്ലെ തൊഴിൽ സ്ഥാപനങ്ങളും ഉണ്ടാവാം. ഉണ്ടാവോ? അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവോ? വർക്ക് ചെയ്തിട്ട് നേരാവണ്ണം കൂലി വരെ കിട്ടാത്ത അല്ലെ അവരുടെ സാലറി വരെയും കിട്ടാത്ത വ്യക്തികളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവാം. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ എംപ്ലോയി എത്രത്തോളം എംപ്ലോയറുടെ അടുത്ത് പറഞ്ഞാലും ചിലപ്പോൾ സാലറി ഒന്നും കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ യൂണിയനുകളും കൂടി അല്ലെ അവിടെ ഇടപെടാനൊക്കെ തുടങ്ങും. അപ്പൊ യൂണിയനും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ തൊഴിലാളികള് തൊഴിലുടമയ്ക്കെതിരെ ബാർഗെയിൻ ചെയ്യാനൊക്കെ തുടങ്ങും അല്ലെ, വിലപേശാനൊക്കെ തുടങ്ങും. നമുക്കറിയാം യൂണിയൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു പൊളിറ്റിക്കൽ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള യൂണിയൻ ഒക്കെ ആയിരിക്കും അല്ലെ, രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ അതിൽ ചിലപ്പോൾ ഉണ്ടായത്. അപ്പൊ തന്നെ നമുക്കറിയാം ഒരു സ്ട്രെങ്ത് അല്ലെ അവിടെ തൊഴിലാളികൾക്കൊപ്പം യൂണിയൻ നേതാക്കൾ കൂടി വരുമ്പോൾ ഒരു സ്ട്രെങ്ത് ഒരു ശക്തി അവർക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും അവരെ ഉന്നയിക്കുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എങ്കിൽ എംപ്ലോയർ തൊഴിലാളികൾക്ക് നിശ്ചിതമായിട്ടുള്ള കൂലിയൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അങ്ങനെയല്ലേ യൂണിയനുകളൊക്കെ വച്ചുകൊണ്ട് അവർ വിലപേശുന്നത് ആണോ? കമ്പനികളെ യൂണിയനുകളെ കുറിച്ചിട്ട് കേൾക്കാറില്ലേ? കമ്പനികൾ മാത്രമല്ല ഏത് വർക്ക് പ്ലേസിൽ. ഓക്കെ, അപ്പൊ യൂണിയനുകൾ അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് പ്രവർത്തിക്കുന്നത് അല്ലെ, തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. അപ്പൊ നോക്കാം, encompasses a range of employee involvement or participation schemes in union, in non-union or union workplace. Okay, അവിടെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ആ ബന്ധത്തിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് യൂണിയനുകളൊക്കെ അവിടേക്ക് വരുന്നത് അല്ലെ, അവരുടെ കൂടെ ഇൻവോൾവ്മെന്റ് അവിടെ തൊഴിലാളികളോടൊപ്പം കൂടിച്ചേരുന്നത്, വ്യാപിക്കുന്നത് അല്ലെ. In a union environment, this includes negotiating contracts and administering the collective agreement. നമുക്കറിയാം യൂണിയനുകളൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമാണ് അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെ, ഇപ്പൊ സാലറിയുടെ കാര്യം മാത്രമല്ല, ചിലപ്പോൾ അവർക്ക് നല്ല വർക്കിംഗ് കണ്ടീഷൻ കൊടുക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഹസാർഡ്സ് അല്ലെ അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനുള്ള മുൻകരുതലുകളൊന്നും കമ്പനി തൊഴിലാളികൾക്ക് വേണ്ടി ലഭ്യമാകുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യിക്കുന്നുണ്ടാവാം. അങ്ങനെ പല പല റീസണുകൾ ഉണ്ടാവും. തൊഴിലാളികളുടെ അല്ലെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ടുള്ള പല പല കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് യൂണിയനുകളുടെ കൂടി സപ്പോർട്ട് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ നെഗോഷിയേറ്റിംഗ് കോൺട്രാക്ട്സ് അല്ലെ, ചർച്ചകൾ സംഘടിപ്പിച്ച് കരാറുകളിൽ ഏർപ്പെട്ടിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ഭരണ നിർവഹരെ ഒരു എഗ്രിമെന്റിൽ എത്തുന്നത് അല്ലെ. ഒരു വിലപേശി തീർച്ചയായിട്ടും തൊഴിലാളികളുടെ കാര്യങ്ങൾ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളൊക്കെ നേതാക്കളോട് അല്ലെ എംപ്ലോയേഴ്സിനോടൊക്കെ അവരെ കൃത്യമായിട്ട് ചർച്ചയിൽ അവതരിപ്പിക്കും. യൂണിയൻ നേതാക്കൾ വഴിയായിരിക്കും ചിലപ്പോൾ ചർച്ചയിലൊക്കെ അവതരിപ്പിക്കുന്നത്. അവസാനം എന്താണ് അവരൊരു എഗ്രിമെന്റിലേക്ക് എത്തും. ഓക്കെ, തൊഴിലാളികൾക്കും അനുകൂലമായിട്ട് എന്നാൽ തൊഴിലുടമയ്ക്ക് ഒരുപാട് നഷ്ടങ്ങളൊന്നും അല്ലാത്ത തരത്തിലൊക്കെ അവര് ബാർഗെയിൻ ചെയ്യുന്ന വെച്ചാൽ വിലപേശിയിട്ട് ഒരു എഗ്രിമെന്റിലേക്ക് എത്തും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ബെറ്റർ റിലേഷൻഷിപ്പും എന്താണ് ആ ഹ്യൂമൻ റിസോഴ്സിൽ നടപ്പാകുന്നുണ്ട് അല്ലെ. ഏതൊരു കമ്പനിയിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്കറിയാം, തൊഴിലാളി യൂണിയൻ നേതാക്കളൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം അല്ലെ, അതും അവിടെ വളർന്നു പോകേണ്ടതുണ്ട്. ഓക്കെ, നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ നമുക്കറിയാം സ്ട്രൈക്കും ലോക്കൗട്ടൊക്കെ ആയിട്ട് അല്ലെ എപ്പോഴെപ്പോഴും കമ്പനികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അടച്ചിടേണ്ടതൊക്കെ ആയിട്ട് വരും. അങ്ങനെ സാധ്യതയില്ലേ? ഇങ്ങനെ വരാൻ സാധ്യതയില്ലേ? ഉണ്ടാവോ? മനസ്സില്ലേ? അങ്ങനെ യൂണിയൻ നേതാക്കള് അല്ലെങ്കിൽ തൊഴിലാളികൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം തൊഴിലുടമ ചെയ്തു കൊടുത്തില്ലെങ്കിലൊക്കെ ഇങ്ങനെയുള്ള സ്ട്രൈക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം എന്താണ് പ്രധാനമായിട്ടും മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാനേജ് റിലേഷൻഷിപ്പ്. ഈ നല്ല ബന്ധങ്ങളൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകേണ്ടതും ആവശ്യമാണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഈ രീതിയിലൊക്കെ നല്ല അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സ് അവിടെയുള്ള യൂണിയനുകൾ തൊഴിലുടമയ്ക്കായിട്ട് നല്ല ബന്ധമൊക്കെ കൈകാര്യം ചെയ്യുന്നതിന്റെ പ്രധാന പ്രവർത്തനം നടപ്പാക്കുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് നോക്കാം, ഇവാലുവേറ്റിംഗ്. എന്താണ് ഇവാലുവേറ്റിംഗ് പറയുന്നത്? ഡിസൈനിങ് ദ പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോസസ് ദാറ്റ് മെഷർ, evaluate and communicate the value added component of the human resource practices and the entire human resources system to the organization. Okay, നമുക്കറിയാം നല്ല അല്ലെ അവിടെ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ബെറ്റർ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്
അവിടെ നല്ലൊരു പെർഫോമൻസ് ആണെന്നുള്ള വിലയിരുത്തലോട് കൂടിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പൊ നല്ല രീതിയിൽ ആശയം, അതായത് വാല്യൂ ആഡഡ് കമ്പോണന്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മൂല്യത്തോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുക അല്ലെ. തൊഴിലാളിയാണ് എന്നുള്ള ഒരു അവജ്ഞയോടുകൂടി ഉടമയ്ക്ക് കൊടുക്കുന്ന ആ അല്ലെ ഒരു ബഹുമാനം, ആ ഒരു റെസ്പെക്ടോട് കൂടി പോലെ തന്നെ തൊഴിലാളികൾക്കും അവരും കൂടി വർക്ക് ചെയ്ത് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത് അല്ലെ. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു വാല്യൂ ആഡഡ് ആയിട്ടുള്ള രീതിയിൽ അല്ലെ, നല്ല മൂല്യത്തോട് കൂടിയിട്ടുള്ള ഒരു സമീപനം കാഴ്ചവെച്ചു പോകണം അല്ലെ. തീർച്ചയായിട്ടും തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അവർ നല്ല ബെറ്റർ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ അവരോട് അല്ലെ കുറച്ചും കൂടി നല്ല അവാർഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളൊക്കെ എന്തെങ്കിലുമൊക്കെ എംപ്ലോയിക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഗുണഗണങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അവർ നല്ല ആത്മാർത്ഥമായിട്ട് വീണ്ടും വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അല്ലെ, നല്ലൊരു ആശയവിനിമയത്തിന് കൂടിയുള്ള അവസരം കൊടുക്കുക. എന്നുവെച്ചാൽ വിലയിരുത്തുമ്പോൾ അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി അവർക്ക് സ്കില്ലും നോളജ് ഉണ്ടാവാം, പക്ഷെ പുതിയൊരു ടെക്നോളജി അത് അതിനോട് പൊരുത്തപ്പെടാൻ ചിലപ്പോൾ അവർക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ട്രെയിനിങ് പാക്കേജ് ഒക്കെ അവർക്ക് വേണ്ടി വരികയായിരിക്കും. ഓക്കെ, അതൊക്കെ കൃത്യമായിട്ട് തന്നെ എന്താണ് HR ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു മൊത്തത്തിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ബെറ്റർ രീതിയിൽ തന്നെ ഓർഗനൈസേഷന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. സോ ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവാലുവേറ്റിംഗ് ആണ്, വിലയിരുത്തുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരു മൊത്തം അല്ലെ എന്റെ ഓർഗനൈസേഷനെ വിലയിരുത്തി അവരുടെ ഹ്യൂമൻ റിസോഴ്സസിനെ വിലയിരുത്തി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നത് ആരാണ്? HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ ആണോ? ഫങ്ഷൻസ് ഒക്കെ ഓക്കെ ആണോ? ഏതെങ്കിലും ഫങ്ഷൻസ് കിട്ടാത്തതുണ്ടോ? ജസ്റ്റ് വായിച്ചു നോക്കാം. എന്തെങ്കിലും കിട്ടാത്ത എന്തെങ്കിലും ചോദിക്കാം. ഒക്കെയാണോ? ഡൗട്ടുകളൊന്നുമില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് കാണും അല്ലെ. ഫങ്ഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുക പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ്, മോണിറ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ്, മാനേജിംഗ്, റിലേഷൻഷിപ്പ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഒക്കെ ഫങ്ഷൻസ് ആണ്. പിന്നെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകൾ ഞാൻ പറയാമല്ലോ. പ്ലാനിങ് എന്താണെന്നുള്ളത് അല്ലെങ്കിൽ സ്റ്റാഫിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, അതേമാതിരി തന്നെ മെയിൻറ്റെയിനിങ് ആൻഡ് മോണിറ്ററിംഗ് അല്ലെ, അതൊക്കെ റിവാർഡ് സിസ്റ്റം ഒക്കെ ഫോളോ ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഇവാലുവേഷൻ എന്നൊക്കെ പറയുന്നത് ലാസ്റ്റ് ഫംഗ്ഷൻ ആണ്. അതെന്ന് പറയുന്നത് മെഷർ അല്ലെ, മെഷർ ചെയ്യുക എന്നുള്ള പ്രവർത്തനമാണ്. പ്രൊസസ്സായിട്ട് മെഷർ അല്ലെ, അവരുടെ ആ പ്രവർത്തനങ്ങൾ പെർഫോമൻസുകളൊക്കെ മെഷർ ചെയ്തിട്ട് കൈകാര്യം ചെയ്ത് പോകുന്നത്. അതായത് ബെറ്റർ കമ്മ്യൂണിക്കേഷനോട് കൂടിയിട്ട് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടിലേക്ക് പെട്ടെന്ന് എത്തിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഓക്കെ, പേഴ്സണൽ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. നമുക്കറിയാം പണ്ട് അല്ലെ ഹ്യൂമൻ റിസോഴ്സ് HR ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മള് തന്നെ ഈ നിങ്ങൾ തന്നെ HR സ്പെസിഫൈ ചെയ്ത് പഠിക്കുന്നതിനോടെന്ന് വെച്ചാൽ ഇപ്പൊ ഇതിന് ഇത്തിരി കൂടി പ്രാധാന്യം വന്നതുകൊണ്ടാണ് അല്ലെ. പണ്ട് ഈ പറഞ്ഞ മാത്രമേ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെക്നോളജി ഒന്നും ഡെവലപ്പ് ചെയ്യാത്ത ടൈമിലൊക്കെ അല്ലെ വർക്കേഴ്സ് ധാരാളം ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സസ് ധാരാളം ഉണ്ട് അല്ലെ. അവിടെ വർക്കേഴ്സിനെ കൊണ്ട് തന്നെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അവർക്ക് നിശ്ചിത കൂലിയൊക്കെ കൊടുത്താണ് പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ അല്ലെ ഒരു സ്ഥാപനമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം ഇൻഡസ്ട്രി ഒന്നും ഡെവലപ്പ് ചെയ്യാത്ത കാലഘട്ടമൊക്കെയാണ്. പക്ഷെ നവഡേയ്സ് നമുക്കറിയാം എല്ലാം ഡെവലപ്പ് ചെയ്തു, മെഷീൻസിലൊക്കെ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തു വന്നു നമുക്കറിയാം. പക്ഷെ എങ്കിൽ കൂടി ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവിടെ ഒരുപാട് അസറ്റ് ഉണ്ട്, ഒരുപാട് മെഷീനറി എല്ലാം ഡെവലപ്പ് ആണെങ്കിലും തീർച്ചയായിട്ടും നമുക്കറിയാം അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് അല്ലെ.
അപ്പൊ നവേ ഡേയ്സിൽ നമുക്കറിയാം ആ ഹ്യൂമൻ റിസോഴ്സ് നല്ല എഫക്റ്റീവ് ആയിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനും മുന്നോട്ട് പോകാൻ സാധിക്കില്ല, അല്ലെ? ബെറ്റർ ആയിട്ട് അതിന്റെ റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കില്ല. ഏതൊരു കമ്പനി ആണെങ്കിലും ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സസിനെ നല്ല രീതിയിൽ എഫക്റ്റീവ് ആക്കി എടുത്താലാണ് വിചാരിച്ച റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നവേ ഡേയ്സിലാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന കൺസെപ്റ്റ് വരുന്നത്. പഴയ കാലഘട്ടത്തിൽ അത് പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ള ആ വേൾഡ് കൺസെപ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം വർക്കേഴ്സിനെ, അല്ലെ, അവിടെയുള്ള തൊഴിലാളികളൊക്കെ ഒന്ന് മെത്തേഡ് വയ്ക്കുക, മിഷനറി ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അതൊക്കെ നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കൊക്കെ ഇടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ടൊക്കെ പ്രവർത്തിക്കുക. അങ്ങനെയൊക്കെയുള്ള ഒരു നിശ്ചിതമായിട്ടുള്ള റോളാണ് പേഴ്സണൽ മാനേജറിൽ ഉണ്ടായത്. പക്ഷെ now എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്നുള്ള ഡിപ്പാർട്ട്മെന്റ്, അല്ലെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെയുള്ള ഹ്യൂമൻ ബീയിങ്സിന്റെ ആവശ്യങ്ങളൊക്കെ കണ്ടറിയുന്നു. അവരെയൊക്കെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അവരെയൊക്കെ എഫിഷ്യന്റ് ആക്കി മാറ്റാനായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇനി ആ ഡിഫറൻസിലേക്ക് നോക്കാം. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? എന്താണ് ഡിഫറൻസ് എന്നുള്ളത്? പഴയ വേൾഡ് കൺസെപ്റ്റും ഈ കാലഘട്ടത്തിന്റെ വ്യത്യാസം ഏകദേശം ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ലൈസ് ഇൻ ദർ സ്കോപ്പ് ആൻഡ് ഓറിയന്റേഷൻ. ഓക്കെ, അതിന്റെ ആ വ്യാപ്തിയാണ് ഇപ്പോഴത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. കാരണം പഴയ കാലഘട്ടത്തിന് അതിന് അത്രയും റോൾ ഉണ്ടായിരുന്നില്ല, അല്ലെ? ആ ഹ്യൂമൻ റിസോഴ്സസിന് അത്രയും റോൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ നവേ ഡേയ്സിൽ ഹ്യൂമൻ റിസോഴ്സിന് പ്രത്യേകമായിട്ടുള്ള റോൾ ഉണ്ട്. The scope of personal management is limited and has an inverted approach, but are viewed as a tool. അല്ലെ, പഴയ കാലഘട്ടത്തിലാണെങ്കിൽ ഒരു ടൂള് പോലെ, ഒരു ഉപകരണം എന്ന നിലയിൽ മാത്രമാണ് പേഴ്സണൽ മാനേജ്മെന്റ്, അല്ലെ? പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത് ഒരു മീഡിയേറ്റർ, ഒരു ഉപകരണം, അല്ലെ? തൊഴിലാളികളെ നിയന്ത്രിക്കുന്ന, ലീഡ് ചെയ്യുന്ന ഒരു ഉപകരണം, അല്ലെങ്കിൽ ആ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടാണെന്നൊക്കെ നോക്കി ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ഉപകരണം എന്നൊക്കെ ഉള്ള ലെവലിലാണ് പേഴ്സണൽ മാനേജ്മെന്റിന് കണ്ടിരുന്നത്. Here the behavior of the worker can be manipulated as per the competence of the organization and other replacements are born out. Okay, നമുക്കറിയാം ഇപ്പൊ നവേ ഡേയ്സിൽ നമുക്ക് മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇങ്ങനെ ഒരു മീഡിയേറ്റർ എന്ന റോള് മാത്രം നിർവഹിച്ചാൽ പോലെ നന്നായിട്ട് അവിടെയുള്ള വർക്കേഴ്സിൽ നന്നായിട്ട് വിശകലനം ചെയ്ത് അവരുടെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് കൃത്യമായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ടൈം ടു ടൈമിൽ എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കണമെങ്കിലോ റിവാർഡ്സ് കൊടുക്കണമെങ്കിലോ എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജ് കൊടുക്കണമെങ്കിലോ, അല്ലെ, എല്ലാം കൃത്യമായിട്ട് അവർക്ക് കൈകാര്യം ചെയ്ത് കൊടുത്താലാണ് മാക്സിമം അഫോർഡബിലിറ്റിയിട്ട് ഹ്യൂമൻ ബീയിങ് വർക്ക് ചെയ്യുള്ളൂ. സോ ഈ കാലഘട്ടത്തില്, അല്ലെ, പഴയ കാലഘട്ടത്തിനെ അപേക്ഷിച്ചുള്ള വേരിയേഷൻസ് ഉണ്ട്, അല്ലെ? അപ്പൊ എന്താണ് ആ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് എന്ന കൺസെപ്റ്റ് തന്നെ ഒരു നീങ്ങി പോകുന്ന, അല്ലെ, ഒരവസ്ഥയാണ് ഈ കാലഘട്ടത്തിൽ വരുന്നത്. അപ്പൊ ഒന്ന് മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക, പേഴ്സണൽ മാനേജ്മെന്റ് ആ പഴയ കാലഘട്ടത്തിൽ എന്താണ് ടൂൾ, അല്ലെ? ഒരു ടൂൾ ആയിട്ടാണ് അത് ആ കാലഘട്ടത്തിൽ വീക്ഷിച്ചുകൊണ്ടിരുന്നത്. നവേഡേയ്സിൽ നമുക്കറിയാം ചെറിയ ചെറിയ സ്ഥാപനമൊക്കെയാണ്, വലിയ വലിയ ഓർഗനൈസേഷൻ ആണെങ്കിലാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടാവുന്നത്, അല്ലെ? ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ പേഴ്സണൽ മാനേജറൊക്കെ തന്നെയായിരിക്കും ഈ ഒരുപാട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും ആ കൺസെപ്റ്റ് ആ ഒരു റോള് മാറുന്നില്ല. മനസ്സിലാക്കുക, വലിയ വലിയ ഓർഗനൈസേഷനിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ സ്ഥാപിതമാകുന്നത് നമുക്കറിയാം അവർക്ക് ഹ്യൂമൻ ബീയിങ്ങിന്റെ അപ്പോഴുള്ളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പഴയ ആ ഒരു പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റില് ഒരു ടൂൾ ആയിട്ടാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അത് അതർ ഹാൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് has a wider scope and considers employees as the asset to the organization. അല്ലെ, ഇപ്പോ നമുക്കറിയാം നവേ ഡേയ്സിൽ വൈഡർ സ്കോപ്പ്, ഒരു വിശാലമായിട്ടുള്ള സ്കോപ്പാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് ഉള്ളത്. നമുക്കറിയാം ഒരു ഓർഗനൈസേഷന്റെ ഒരു മൂലധനം തന്നെയാണ്, എന്ത് അസറ്റ് തന്നെയാണ് എന്ന് പറയുന്നത് അവിടുത്തെ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HRM എന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു അസറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ എന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ, എന്താണ്? കാരണം അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സ് ബീയിങ് ആണ് അവരുടെ അസറ്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. It promotes mutually in terms of goals, responsibility, rewards, etc. that will help in enhancing the economic performance and high level of human resource development. Okay, നമുക്കറിയാം നല്ല രീതിയിൽ അവിടുത്തെ ഹ്യൂമൻ ബീയിങ്ങിനെ കൈകാര്യം ചെയ്താൽ മാത്രം, അല്ലെ, ഒരു ലക്ഷ്യം, അല്ലെ, ഒരു ഓർഗനൈസേഷന്
അതിൻ്റെതായിട്ടുള്ള ഒരു എയിം ഉണ്ട്. ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇത്രയും നല്ല സർവീസ് കാഴ്ചവെക്കണം, അല്ലെങ്കിൽ എന്താണ് അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിട്ട് മാറണം. അങ്ങനെയൊക്കെ കുറെ എയിമുകൾ ഉണ്ടാവും അല്ലെ? ഏതൊരു ബിസിനസ് സ്ഥാപനത്തിനും പല തരത്തിലുള്ള എയിമുകൾ ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? പലതരത്തിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും എന്താണ് ഈ എക്കണോമിക് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ഹൈ ലെവൽ ഓഫ് ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അവരിങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള റിവാർഡ് പാരിതോഷികങ്ങൾ അല്ലെങ്കിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള സമയത്തൊക്കെ അവര് കൊടുക്കേണ്ടതുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഈ കാലഘട്ടത്തിൽ മാത്രം ജസ്റ്റ് ഒരു മനസ്സിലാക്കി വെക്കുക, ഇറ്റ്സ് ആൻ അസറ്റ് അല്ലെ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അസറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ആണ്. പഴയ കാലഘട്ടത്തിൽ അത് ടൂൾ ഓഫ് ദ ഓർഗനൈസേഷൻ ആയിട്ടാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഓക്കെ, നേരല്ലേ? ാണോ? പോയിന്റ് നോട്ട് ചെയ്തോ? ഓക്കെ, then നമുക്ക് നെക്സ്റ്റ് നോക്കാം ഡെഫിനിഷൻ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ്. Okay, personal management is a part of management that deals with the recruitment, hiring, staffing, development, and compensation of the workforce and their relation with the organization to achieve the organizational objectives. The primary function of the personal management are divided into two categories. Okay, നമുക്കറിയാം ഒരു ഏതൊരു HRM ആണെങ്കിലും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണെങ്കിലും പേഴ്സണൽ മാനേജ്മെന്റ് ഒക്കെ ആണെങ്കിലും നമുക്കറിയാം അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് അല്ലെ? തൊഴിലാളികളെ കണ്ടെത്തുക, അവരെ അല്ലെ കണ്ടെത്തുക മീൻസ് നമുക്കറിയാം ഒരു ജോലിക്ക് ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ മതിയായ ആപ്ലിക്കേഷൻസ് കണ്ടെത്തുക അല്ലെ? റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ നടപടികൾ ഉണ്ടാവുക, ഏത് ജോലിക്ക് വേക്കൻസി നിൽക്കണം. അപ്പൊ അതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് കണ്ടെത്തിയാലാണ് അവർക്ക് അതിൽ നിന്ന് നല്ലത് സെലക്ട് ചെയ്യാൻ സാധിക്കും അല്ലെ? റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ, അതിൽ നിന്ന് നല്ലവരെ ഹയർ ചെയ്യുക, അതിനനുസരിച്ചിട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് ഏറ്റവും യോഗ്യരായവരെ നമ്മൾ സെലക്ട് ചെയ്ത് സ്റ്റാഫിംഗ് നടപടികളിലേക്ക് കൊണ്ടുപോവുക. സ്റ്റാഫിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ജോലിയിലേക്ക് പ്രവേശിപ്പിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ആ ജോലിക്ക് അനുയോജ്യമായ രീതിയിൽ അവരുടെ കഴിവുകളൊക്കെ വികസിപ്പിക്കേണ്ടതുണ്ട്, അറിവുകളൊക്കെ വികസിപ്പിക്കേണ്ടതുണ്ട്. അതൊക്കെ നമുക്കറിയാം ഡെവലപ്മെന്റ് പ്രോസസ്സിലൂടെയാണ് കൊടുക്കുന്നത്. ഡെവലപ്മെന്റ് പ്രോസസ്സിലൂടെ നമുക്ക് അറിവും കഴിവൊക്കെ വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരെ വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങും. ഓക്കെ, അവര് കുറച്ചും കൂടി ആക്റ്റീവായിട്ട് നല്ല എഫിഷ്യന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണമെങ്കിൽ കോമ്പൻസേഷനുകളും റിവാർഡുകളൊക്കെ കൊടുക്കാം. അങ്ങനെ അല്ലെ നല്ല രീതിയിൽ ആ ഒരു വർക്ക് ഫോഴ്സിനെ നല്ല ക്രിയാത്മകമായ രീതിയിൽ തന്നെ അത് ആ നല്ലൊരു ശക്തിയാക്കി മാറ്റിയെടുത്തുകൊണ്ട് ഓർഗനൈസേഷന്റെ ലക്ഷ്യം അല്ലെ? ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയായിട്ട് വരുന്നത് അല്ലെ? The primary function of the personal management are divided into two categories. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും ഈ ഫംഗ്ഷൻസിനെ രണ്ടായിട്ട് കാറ്റഗറി ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് ആണ് മാനേജീരിയൽ ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് നമുക്കറിയാം. റിക്രൂട്ട്മെന്റ് മുതൽ തുടങ്ങി ആ തൊഴിലാളികളെ കണ്ടെത്തി തൊഴിലാളികളെ അല്ലെ അവിടെ പ്ലേസ്മെന്റ് നിങ്ങളൊക്കെ എന്തായാലും സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? തുടങ്ങിയില്ലേ? അപ്പൊ അതൊക്കെ വൈഡായിട്ടുള്ള ഒരു ഭാഗങ്ങളാണ് അല്ലെ? റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ നടത്തുക. അതിനുശേഷം അല്ലെ അവർക്ക് സ്റ്റാഫിങ്, അതായത് അവരെ പോസ്റ്റ് ചെയ്യുന്നു. പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ ആ തൊഴിലായിട്ട് അനുയോജ്യമായിട്ട് കൂടി ചേർന്ന് പോകാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ട്രെയിനിങ്ങോ പാക്കേജിനോ ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ അവർക്ക് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലെ? ഒരു എൻവയറൺമെന്റ് സിറ്റുവേഷൻസ് ഒക്കെ കമ്പനി അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം വിചാരിച്ച രീതിയിൽ നേടിയെടുക്കാനൊക്കെ സാധിക്കുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഫംഗ്ഷനുകളെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് ആൻഡ് മാനേജീരിയൽ ഫംഗ്ഷൻസ്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ട് നോട്ട് ചെയ്യാം. ഇതാണ് പ്രൈമറി ഫംഗ്ഷൻസ് ഓഫ് ദ പേഴ്സണൽ മാനേജ്മെന്റ് ആർ ഡിവൈഡഡ് ഇൻടു ടു കാറ്റഗറി. ഏതൊക്കെയാണ്? ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് ആൻഡ് മാനേജീരിയൽ ഫംഗ്ഷൻസ്. ഓക്കെ അല്ലേ? ാണോ? അവിടം വരെയൊക്കെയാണ്. കണ്ടിന്യൂ ചെയ്യാനോ? ഓക്കെ, ഇനി ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ the activities that are concerned with the
procurement and development, compensation, job evaluation, employee welfare, utilization, maintenance, and collective bargaining. ഓക്കെ, അപ്പൊ അത് പ്രവർത്തനാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളിപ്പോ അപ്ഡേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്കറിയാം അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ടാവും അല്ലെ. ഞാൻ എപ്പോഴും ഡെവലപ്മെന്റ് പ്രോസസ് ഒക്കെ കൃത്യമായിട്ട് ഇൻഡിവിജ്വൽ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരുന്നത് ഇതിൽ വരുന്നത് കൊണ്ടാണല്ലോ. അപ്പൊ അവിടെ ഡെവലപ്മെന്റ് പ്രോസസ്സ് കൊടുക്കാം. ദെൻ അവരെ കാര്യക്ഷമമായിട്ട് വർക്ക് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം കോമ്പൻസേഷനും റിവാർഡൊക്കെ കൊടുത്തിട്ട് അല്ലെ അവിടെ എക്സ്ട്രാ ആ സാലറിക്ക് പുറമെ അവർക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പാക്കേജുകളൊക്കെ കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മൾ ഈ പാക്കേജുകളൊക്കെ കൊടുക്കണമെങ്കിൽ എന്താണ് അവർ പെർഫോം ചെയ്ത് ബെറ്റർ ആയിട്ടോ എന്നൊക്കെ വിലയിരുത്താം അല്ലെ. ഇവാലുവേറ്റ് ചെയ്യും, ജോലി വിലയിരുത്തിയതിനു ശേഷമാണ് അവർക്ക് കോമ്പൻസേഷൻ ഒക്കെ റിവാർഡ് ചെയ്തൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല നമുക്കറിയാം പലതരത്തിലുള്ള എംപ്ലോയീസ് വെൽഫെയർ കാര്യങ്ങൾ അല്ലെ, ചിലപ്പോൾ PF ആക്ടിവിറ്റി അല്ലെങ്കിൽ ട്രാവലിംഗ് അലവൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിട്ടയർമെന്റ് അലവൻസുകൾ അങ്ങനെയൊക്കെ കുറെ വെൽഫെയർ എംപ്ലോയിയുടെ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കേണ്ടതുണ്ട്. നല്ല രീതിയിൽ തന്നെ അവിടെ വിഭവങ്ങളെല്ലാം യൂട്ടിലൈസ് ചെയ്ത് അല്ലെ തൊഴിലാളികൾക്ക് ആവശ്യമായ രീതിയിൽ തന്നെ വിഭവങ്ങളെല്ലാം യൂട്ടിലൈസ് ചെയ്യണം. അതിനെ മെയിൻ്റെനൻസ് ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ അവര് ചെയ്യുന്നില്ല അല്ലെ, ഇൻ കേസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കൺട്രോളിങ് പ്രവർത്തനങ്ങൾ അല്ലെ അവിടെ മെയിൻ്റെനൻസ് നടത്തണം. തീർച്ചയായിട്ടും അവര് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പുതിയ ടെക്നോളജി ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അതുകൊണ്ടായിരിക്കാം അല്ലെ അതിനെ മുന്നോട്ട് കൃത്യമായിട്ട് തന്നെ മുന്നേറാൻ പറ്റാത്തത്. സോ അതിനനുസരിച്ചിട്ടുള്ള മെയിൻ്റെനൻസ് ചിലപ്പോൾ ആണെങ്കിൽ അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പരിപാലിച്ചു കൊണ്ടുപോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും എന്താണ് അതിനിടയിൽ തൊഴിലാളികളുടേതായിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് യൂണിയന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് കളക്റ്റീവ് ബാർഗൈനിങ് ഒക്കെ ചെയ്തെന്ന് വരും. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഫംഗ്ഷനുകളെല്ലാം തന്നെ എന്താണ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ എന്ന മേഖലയിലാണ് പെടുന്നത്. ദൈനംദിനമായിട്ടുള്ള ഡ്യൂട്ടികളിൽ പെടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ഓപ്പറേറ്റീവ് ഫംഗ്ഷനിൽ എന്തെല്ലാം വേണം നമുക്കറിയാം. എന്താണ് കൺസേൺ വിത്ത് പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ജോബ് ഇവാലുവേഷൻ, എംപ്ലോയി വെൽഫെയർ, യൂട്ടിലൈസേഷൻ, മെയിൻ്റെനൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗൈനിങ്. ഓക്കെ, എന്താണ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് എന്നുള്ളത് കൃത്യമായോ? ഓക്കെയാണോ? നമുക്ക് നെക്സ്റ്റ് മാനേജീരിയൽ ഫംഗ്ഷൻ ആക്കാം. മാനേജീരിയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാനേജ്മെന്റിന്റെ ഒക്കെ ഭാഗത്തുനിന്ന് അല്ലെ അവരെങ്ങനെയാണ് നേരത്തെ കൂട്ടി തൊഴിലാളികൾ അവർ വേക്കൻസി ഒക്കെ വരുമ്പോൾ പ്ലാൻ ചെയ്യും അല്ലെ. വേക്കൻസി ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടൊക്കെ പ്ലാൻ ചെയ്യും. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ മാത്രമല്ല ഓർഗനൈസിങ് അത് സംഘടിക്കുക അല്ലെ, സംഘാടനം നടത്തും. ഡയറക്റ്റിംഗ് ഓക്കെ, അവർക്ക് ഈ സംഘാടന എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തുകൊണ്ട് അവർക്ക് ചിലപ്പോൾ വേണമെങ്കിൽ തൊഴിലാളികൾക്ക് എല്ലാം കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഒരു നിശ്ചിത ലക്ഷ്യത്തിലേക്ക് ഡയറക്റ്റ് ചെയ്തു പോകുന്നു. ദെൻ അത് മാത്രമല്ല അവർക്ക് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവരെ അല്ലെ പെർഫോമൻസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്ത് ഓക്കെ എന്താ അതിനനുസരിച്ചുള്ള മോട്ടിവേഷൻ എന്തെങ്കിലും കൊടുക്കണോ. നേരത്തെ പറയുമ്പോ എന്താണ് ബെനിഫിഷ്യൽ പാക്കേജുകൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസോ എന്തൊക്കെയൊക്കെ കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവലംബിക്കാം അല്ലെ. അതിനെ കൂട്ടിയൊക്കെ മാനേജ്മെന്റ് കൃത്യമായിട്ട് ചിന്തിക്കണം അല്ലെ. ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് അവർക്കൊന്നും ഒരു ബെനിഫിറ്റ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലാഭം കിട്ടിയെന്ന് വരില്ല, ചിലപ്പോ അവരെ ഒരുപാട് കോസ്റ്റ് മുടക്കിയെന്ന് വരും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ കമ്പനിക്ക് നഷ്ടത്തിലാവും. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും പരിശോധിച്ചറിഞ്ഞിട്ട് മാത്രമാണ് അവർക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അതെല്ലാം കൈകാര്യം ചെയ്യും. പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, മോട്ടിവേഷൻ, കൺട്രോൾ. കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തൊഴിലാളികളെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം അല്ലെ. അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കേണ്ട സമയത്ത് വർക്ക് ചെയ്യിപ്പിക്കുകയും വേണം. വർക്ക് ചെയ്തില്ല എങ്കിൽ എന്തുകൊണ്ട് അവരെ വർക്ക് ചെയ്തില്ല അതിനനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ നടത്തണം അല്ലെ. ഇപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരെ നമ്മൾ എന്താണ് പ്രൊമോഷൻ ഒക്കെ കൊടുത്ത് ചിലപ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടി പാരിതോഷികങ്ങളൊക്കെ കൊടുക്കും. അതേസമയം വർക്ക് ചെയ്യാത്തവരെന്താണ് ഡിമോഷൻ ഒക്കെ കൊടുക്കും. അതായത് ചിലപ്പോൾ അവർ ചെയ്യുന്ന ഉത്തരവാദിത്തം ഒന്നുകൂടി താഴെത്തട്ടിലുള്ള പോസ്റ്റിലേക്കൊക്കെ അവരെ ഡിമോട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ കൺട്രോളിംഗ് കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പൊ മാനേജ്മെന്റിന്റെ തലത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കെ, അവരെ വർക്കിംഗ് കണ്ടീഷൻ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഓക്കെ കൃത്യമായിട്ടാണോ അവര് പോകുന്നുണ്ടായ ഡയറക്ഷനൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ടോ, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഫാക്ടേഴ്സ് എന്തെങ്കിലും കൈകാര്യം ചെയ്യേണ്ടതുണ്ടോ, അവരുടെ കൺട്രോളിൽ നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ അല്ലെ. ഇതെല്ലാം നമുക്കറിയാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യണം അല്ലെ. ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് നമ്മുടെ ബിസിനസ് ഫാമിങ്ങില് തീർച്ചയായിട്ടും എന്താണ് ആ പ്രൊഡക്ഷൻ യൂണിറ്റില് ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്.
അത് സംസ്കൃത വസ്തുക്കൾ റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നത് മുതൽ അത് സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി പാക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് മാർക്കറ്റിലേക്ക് വിപണനം ചെയ്യുന്ന ഒരു ഘട്ടം വരേക്കും വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ശരിയല്ലേ? സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ നമുക്കറിയാം വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവരുടേതായിട്ടുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ എംപ്ലോയീസിനെ കുറിച്ചിട്ടും നല്ലൊരു വ്യക്തമായിട്ടൊരു പ്ലാനിങ് വേണം. ഒരു സംഘടന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വേണം. ഓക്കെ, എല്ലാത്തിനും നമുക്കറിയാം ഒരു കൃത്യമായിട്ട് അല്ലെങ്കിൽ എന്താണ് വർക്കുകൾ ഒരു റെസ്പോൺസിബിൾ ഇല്ലാതെ ഉത്തരവാദിത്വപൂർണ്ണമല്ലാത്തൊരു വർക്കിംഗ് ആയിരിക്കും. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ ക്രമത്തോട് കൂടിയിട്ട് മാത്രമാണ് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതൊക്കെ കൈകാര്യം ചെയ്യുന്ന മാനേജ്മെന്റിന്റെ ലെവലിലുള്ള വ്യക്തികളാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് അല്ലെ. അതേമാതിരി തന്നെ മോട്ടിവേഷൻ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, കൺട്രോളിങ് കാര്യങ്ങൾ നമുക്കറിയാം. ഇതെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്ത് വെച്ചാൽ ഒന്നിച്ച് നേർരേഖയിൽ കൊണ്ടുവരണം അല്ലെ. ഇപ്പൊ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നമ്മൾ ഒരേപോലെ കോർഡിനേറ്റ് ചെയ്ത് പോയാൽ മാത്രമാണ് ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ അല്ലെ. ഒരു സാധനം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അത് ജസ്റ്റ് അതിന്റെ സ്റ്റാർട്ടിങ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അടുത്ത സെക്ഷനിലുള്ള വർക്കേഴ്സിന് വർക്ക് കിട്ടുള്ളൂ. അതിനുശേഷമായിരിക്കും അടുത്ത സെക്ഷൻ. അപ്പൊ സ്റ്റാർട്ടിങ് മുതൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഏകോപന കാര്യങ്ങൾ അവിടെ ഉണ്ടാവണം അല്ലെ. ഒരു കോർഡിനേഷൻ അവിടെ വേണ്ടി വരും. അപ്പൊ ഇതെല്ലാം എന്താണ് മാനേജീരിയൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്. അവരാണ് അതെല്ലാം മാനേജ്മെന്റ് ലെവലിലുള്ള അല്ല ടോപ്പ് ലെവലിലുള്ള വർക്കേഴ്സ് ആണ് ഇതൊക്കെ ആസൂത്രണം ചെയ്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള മാനേജ്മെന്റ് ആക്ടിവിറ്റീസിനെ പറയുന്നതാണ് മാനേജീരിയൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഫങ്ഷൻസ് എല്ലാം, ഒന്ന് പ്രവർത്തനത്തിനോട് ചേർന്ന തരത്തിലുള്ള പ്രവർത്തനം അല്ലെ, ക്രിയാത്മകമായിട്ടുള്ള ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്, മാനേജീരിയൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് നേരത്തെ കൂട്ടി ചിന്തിക്കേണ്ട തരത്തിലുള്ള പ്രവർത്തനങ്ങളുമുണ്ട്. ാണോ ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആൻഡ് മാനേജീരിയൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് അതിൽ എന്തൊക്കെയാണ് പെടുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചേക്കുക. മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ പ്ലാനിങ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, മോട്ടിവേഷൻ, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഒക്കെയാണ് ഇതിൽ പെടുന്നത്. അതേസമയം ഓപ്പറേറ്റീവ് ഫങ്ഷൻസിൽ നമുക്കറിയാം തൊഴിലാളികളെ പ്രൊക്യൂർമെന്റ് ചെയ്ത് ഡെവലപ്മെന്റ് ചെയ്ത് കോമ്പൻസേഷൻ കൊടുത്ത് അവരുടെ ജോബ് ഇവാലുവേഷൻ ഒക്കെ നടത്തി അല്ലെ, എംപ്ലോയി വെൽഫെയർ കാര്യങ്ങൾ അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ, മെയിൻ്റെനൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗൈനിങ്, അത് പ്രവർത്തനാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങളെയാണ് നാം എന്ന് പറയുന്നത് ഓപ്പറേറ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ശരി, വായിച്ചു നോക്കിയതാണോ? ക്ലിയറാണോ? കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് നെക്സ്റ്റ് നോക്കാം. ദ മാനേജ്മെന്റ് ഹസ് ബീൻ സർപ്ലസ്
by human resource management as the development of the technology has taken place and the humans are replaced by machines. Okay, നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് അവിടെ മാനേജ്മെന്റിന് ഇപ്പോ ഈ കാര്യം വരാനായിട്ടുള്ള സാധ്യത അല്ലെ പണ്ടത്തെ അപേക്ഷിച്ച് എന്താണ് ഇവിടെ ഹ്യൂമൻ ബീയിങ്ങിനേക്കാൾ കൂടുതൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്കറിയാം അവിടെ ഹ്യൂമന്റെ സ്ഥാനത്തൊക്കെ ഒരുപാട് മെഷീൻസ് ആണ് വന്നിരിക്കുന്നത്. സോ അതെല്ലാം മാനേജ് ചെയ്യാന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സോ എന്താണ് മാനേജ്മെന്റ് ഹാസ് ബീൻ എന്താണ് സൂപ്പർസെറ്റഡ് ബൈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആസ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ ടെക്നോളജി അല്ലെ അവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് കുറച്ചും കൂടി ഇങ്ങനെ കാര്യങ്ങൾ കൈകാര്യം മാനേജ് ചെയ്യുക എന്നുള്ള കാര്യത്തിലേക്ക് ഇനിഷ്യേറ്റീവ് ആയിട്ട് വരാൻ സാധ്യത വന്നത് എന്താണ് ടെക്നോളജി ഇത്തിരി ഡെവലപ്മെന്റ് ചെയ്തത് കൊണ്ടാണ്. മെഷീന് അല്ലെ അവിടെ ഹ്യൂമൻ ബീയിങ്ങിനെ പകരം മെഷീൻസ് ഒക്കെ കൂടുതൽ ഡെവലപ്മെന്റ് ചെയ്തത് കൊണ്ട് അതിനനുസരിച്ചിട്ട് തന്നെ നമുക്കറിയാം എല്ലാം കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. Then human resource management is that specialized and organized branch of management which is concerned with the acquisition, maintenance, development, utilization and coordination of the people at work in which a manner that they will give their best to the enterprise. Okay, നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവരുടെ ഹ്യൂമൻ ബീയിങ്സ് ആ എന്റർപ്രൈസിനെ ഏറ്റവും നല്ലതായിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടുത്തെ ഹ്യൂമൻ ബീയിങ്ങിനെ നല്ല രീതിയിൽ തന്നെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ അതിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. ദെൻ മാനേജ്മെന്റിന്റെ നേതൃത്വത്തിൽ നല്ല രീതിയിൽ തന്നെ അവരെ അക്വിസിഷൻ അല്ലെ അവരെ കണ്ടെത്തേണ്ടതുണ്ട്. നല്ല എംപ്ലോയീസിനെ തന്നെ കണ്ടെത്തണം. ദെൻ അവർക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ്റെനൻസും ഡെവലപ്മെന്റ് ഒക്കെ നടപ്പാക്കണം. അതായത് അവര് എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി കണക്ട് ചെയ്ത് അല്ലെ അവരുടെ സ്കില്ല് നോളജ് ഡെവലപ്പ് ചെയ്തെടുക്കണം. അവരെ പരമാവധി തന്നെ യൂട്ടിലൈസ് ചെയ്യണം. നല്ല എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അവരിൽ നിന്ന് റിട്ടേൺ കിട്ടാത്തക്ക വിധത്തില് റിവാർഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അല്ലെ അവരെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കണം. നമുക്കറിയാം എല്ലാ പീപ്പിൾസിനെയും നല്ല രീതിയിൽ തന്നെ ഏകോപിച്ചും വർക്കിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെ കൊണ്ടുപോരുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്കറിയാം അവിടുത്തെ ഹ്യൂമൻ ബീയിങ്ങിന് നല്ല രീതിയിൽ തന്നെ എന്റർപ്രൈസിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. It refers to a systematic function of planning for the human resource needs and demands selection, training, compensation and performance supplies to meet those requirements. ഈ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ അതുകൊണ്ട് നിറവേറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകണം അല്ലെ. അപ്പൊ അവരുടെ ഹ്യൂമൻ റിസോഴ്സസിനെ അതിനനുസരിച്ചിട്ട് നമുക്കറിയാം നല്ല സിസ്റ്റമാറ്റിക് മെത്തേഡുകൾ പല രീതികളൊക്കെ അവലംബിച്ചുകൊണ്ട് തന്നെയാണ് റിക്രൂട്ട്മെന്റ് നടപടിയാണെങ്കിലും സെലക്ഷൻ നടപടിയാണെങ്കിലും അല്ലെ ട്രെയിനിങ് നടപടികളാണെങ്കിലും എല്ലാം അല്ലെ കോമ്പൻസേഷൻ കാര്യങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ അല്ലെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് വിചാരിച്ച രീതിയിൽ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം അവിടുത്തെ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അസറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പഴയ കൺസെപ്റ്റ് അനുസരിച്ചിട്ടുള്ള ചൂടായിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. ദെൻ അത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള മാനറിൽ കൈകാര്യം ചെയ്യേണ്ടത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതി ഫോളോ ചെയ്യേണ്ടതുണ്ട് അല്ലെ. സിസ്റ്റമാറ്റിക് ഫങ്ഷൻസ് ഓഫ് പ്ലാനിങ് അല്ലെങ്കിൽ human resource needs demands selection, training, compensation and performance supplies to meet those requirements. Okay, ഇങ്ങനെ മാത്രമാണ് അവരുടെ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞ് അത് പോസിബിൾ ആക്കി അല്ലെ അവരെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ഓർഗനൈസേഷനിൽ അവരെ കൊണ്ട് നല്ല മാക്സിമം എഫോർട്ടോടെ ആയിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ആണോ? ണോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യട്ടോ. എവിടെയെങ്കിലും കിട്ടാത്ത എന്തെങ്കിലും ചോദിക്കാം. ണോ? നമുക്ക് നെക്സ്റ്റ് ഇത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റേഷൻ വരുന്നത്. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോകേണ്ടത് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ ക്ഷമിക്കാം, കാരണം ഇതിൽ വരുന്നത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഇതില് വീണ്ടും വരുന്നുണ്ട് പ്ലാനിങ്, സ്റ്റാഫിങ്, ഡെവലപ്പിംഗ്, മാനേജിങ്, ചേഞ്ച്, എൻഷുറിംഗ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ്, ഇവാലുവേറ്റിംഗ്. ഓക്കെ, അവിടെ HRM ഫങ്ഷൻസിൽ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ അതില് പ്ലാനിങ്, സ്റ്റാഫിങ്, ഡെവലപ്പിംഗ് ഒക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ചേഞ്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഡെവലപ്മെന്റ് പ്രോസസ് ഒക്കെ കൊടുക്കണം.
അതേമാതിരി തന്നെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അല്ലെ, അത് പ്രിക്കോഷൻസ് ഒക്കെ ഹസാർഡ്സ് നിറഞ്ഞ എന്തെങ്കിലുമൊക്കെ ഡ്യൂട്ടി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ഒക്കെ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം അല്ലെ. അവിടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ ഡ്യൂട്ടിയാണ് അവിടെയുള്ള വർക്കേഴ്സിന്റെ ഹെൽത്ത് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളത്. ദെൻ മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടതാണ്. ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? എംപ്ലോയർ, എംപ്ലോയി, പിന്നെ ഒരു കൂട്ടരെയും കൂടി നമ്മൾ കണ്ടായിരുന്നു. നോക്കുന്നുണ്ടോ? മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പില് നോക്കുന്നുണ്ടോ? ആക്റ്റീവ് ബാർഗെയിനിങ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടര് വന്നായിരുന്നു എംപ്ലോയിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വെരി ഗുഡ്. യൂണിയൻ അല്ലെ, യൂണിയനും ഒക്കെ ആയിട്ട് നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് അവിടെ കാഴ്ചവെക്കണം അല്ലെ. അപ്പൊ എന്താണ് പറയുന്നത്? മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ്. അതല്ലാതെയും റിലേഷൻഷിപ്പിൽ കുറെ ഉണ്ട് കേട്ടോ. നമ്മുടെ എംപ്ലോയീസ് റിലേഷൻഷിപ്പിന്റെ ഒക്കെ ഭാഗം ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരുപാട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതില് നിങ്ങൾക്ക് ഒരുപാട് റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ മെയിൻറ്റെയിൻ നല്ലൊരു ബെറ്റർ. ഇപ്പൊ നമ്മൾ പഠിച്ച ജസ്റ്റ് 3 കാര്യമാണ് ഞാൻ പറഞ്ഞത്. എംപ്ലോയർ തൊഴിലാളി യൂണിയൻ നേതാക്കളൊക്കെ ആയിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ കണ്ടായിരുന്ന ഇവാലുവേറ്റിംഗ് പ്രോസസ്സ് അല്ലെ, വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇവാലുവേറ്റിംഗ് പ്രോസസ്സ്, അതിനനുസരിച്ചിട്ട് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ കണ്ടായിരുന്നു. ഓക്കെ, ഇതെല്ലാം എന്തിലുള്ള ഫങ്ഷൻസ് ആണ്? HR-ന്റെ ഫങ്ഷൻസിൽ പെടുന്നതാണ്. അതായത് HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ ഇതെല്ലാം കൈകാര്യം ചെയ്തു പോകേണ്ടത്. ഓക്കെ, ഈ ഒരു ഭാഗം കൂടി നമുക്ക് എടുക്കാം. Human resource management is a continuous process of putting the right man at the right job. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു തുടർച്ചയായിട്ടുള്ള പ്രോസസ് ആണ് അല്ലെ. അതായത് കറക്റ്റ് ആയിട്ടുള്ള ജോലിക്ക് കറക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ, അനുയോജ്യമായിട്ടുള്ള പേഴ്സൺ, ഏത് ജോലിയാണോ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തുക എന്നുള്ളത്. എന്തെങ്കിലും റോങ്ങായോ? Human resource management is a continuous process of putting the right man at the right job. അതായത് റൈറ്റ് കറക്റ്റ് ആയിട്ടുള്ള ജോലിക്ക് അല്ലെ, ഏത് ജോലിയാണോ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സൺസിനെ കണ്ടെത്തുക അല്ലെ. കണ്ടെത്തുക എന്നുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഇതിൽ വരുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്നത് അല്ലെ. നമ്മള് അതിന്റെ ആ ഒരു റിക്രൂട്ട്മെന്റ് സെലക്ഷൻ പ്രോസസ്സിലൊക്കെ നിങ്ങൾ ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കും. എന്താണ്, ഏത് ജോലിയാണോ ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള പേഴ്സണെ കണ്ടെത്തുന്നതിന്റെ കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കുന്നുണ്ട്. ഓക്കെ, it is an art of utilizing the human resource of an organization in the most efficient and effective way. ഓക്കെ, നമുക്കറിയാം ഇതൊരു നല്ല കലാപരമായ രീതിയിൽ തന്നെയാണ്, നല്ല മാക്സിമം എഫോർട്ടോടുകൂടിയിട്ട് തന്നെയാണ് അവരുടെ മാനേജ്മെന്റ് ക്രിയാത്മകമായിട്ടൊക്കെ ചിന്തിച്ചിട്ടാണ് അല്ലെ, കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ തന്നെ എഫക്റ്റീവ് ആയിട്ട് അല്ലെ, മോസ്റ്റ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് വേ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാരണം അവരെ നല്ല രീതിയിൽ അവർക്ക് എല്ലാവരും അല്ലെ, അവരുള്ള എംപ്ലോയീസിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യത്തക്ക വിധത്തിൽ എന്ന അവർക്ക് എന്താണ് കമ്പനിക്ക് അല്ലെ തൊഴിലുടമയ്ക്ക് ഒരുപാട് ഫിനാൻഷ്യലി ബാഡിൽ നിന്നും ആവാത്ത രീതിയിൽ തന്നെയായിരിക്കും ഓർഗനൈസേഷനെ പ്രോഫിറ്റബിൾ ആക്കി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. സോ ഇത് അതുകൊണ്ട് തന്നെ പറയുന്നത് ഇറ്റ് ഇസ് ആൻ ആർട്ട് ഓഫ് യൂട്ടിലൈസിംഗ് ഹ്യൂമൻ റിസോഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് എ കോസ്റ്റ് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ്. HRM covers a broad spectrum of activities which includes അല്ലെ. അതുകൊണ്ട് തന്നെ HRM-ൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്കറിയാം എംപ്ലോയ്മെന്റ്, അതായത് തൊഴിൽ കണ്ടെത്തി കൊടുക്കുന്നുണ്ട് എംപ്ലോയിക്കൊക്കെ. എംപ്ലോയി സർവീസ്, അവർക്ക് ആവശ്യമായിട്ടുള്ള പല സേവനങ്ങളും ആനുകൂല്യങ്ങളൊക്കെ ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. HRM ഡിപ്പാർട്ട്മെന്റ് വഴിയായിട്ടാണ് അതൊക്കെ കൈകാര്യം ചെയ്തത്. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ, തൊഴിലാളികളെ കണ്ടെത്തുന്നതും സെലക്ട് ചെയ്യുന്നതും എന്തായിരിക്കും? HRM ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, നമുക്കറിയാം തൊഴിലാളികൾക്ക് എന്തെങ്കിലും ട്രെയിനിങ്ങിന്റെയൊക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ മാനേജ്മെന്റ് അല്ലെങ്കിൽ തൊഴിലുടമയെ മനസ്സിലാക്കി കൊടുത്ത് അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. എഡ്യൂക്കേഷൻ, അവരെ കൃത്യമായിട്ട് വിവരങ്ങളൊക്കെ വിവരാത്മകമായ രീതിയിൽ ചിലപ്പോൾ നമുക്കറിയാം തൊഴിലുടമയ്ക്ക് എല്ലാ കാര്യങ്ങളും അവരുടെ തൊഴിലാളികളെ കുറിച്ചിട്ട് എല്ലാ ധാരണകളൊന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ HRM ഡിപ്പാർട്ട്മെന്റ് ആണ് അവരുടെ ഒരു മീഡിയേറ്റർ ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്നത്. സാലറി ആൻഡ് വേജസ്, അവരുടെ സാലറിയും അല്ലെങ്കിൽ വേതനം, കൂലിയ കാര്യങ്ങളൊക്കെ. ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, നമുക്കറിയാം നല്ല വ്യവസായ ബന്ധങ്ങളൊക്കെ അവിടെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. തൊഴിലുടമ, തൊഴിലാളി, യൂണിയൻ നേതാക്കൾ അല്ലെങ്കിൽ മാർക്കറ്റ്, നമുക്കറിയാം മറ്റു രാജ്യങ്ങൾ വരെ
എല്ലാ അസോസിയേഷനും ഒക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളല്ലേ, കരാറുകളിലെ അടിസ്ഥാനത്തിലൊക്കെ ബന്ധം ഏർപ്പെടണം. ചിലപ്പോൾ വേണമെങ്കിൽ നമ്മുടെ റോ മെറ്റീരിയൽസ് ഒക്കെ ഇറക്കുമതി ചെയ്യേണ്ടതായിരിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊഡക്ഷൻ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ എക്സ്പോർട്ട് ചെയ്യേണ്ടതൊക്കെ ആയിരിക്കും. അവരൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, തൊഴിലാളികളുടെ ഹെൽത്തും സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ, വർക്കിംഗ് കണ്ടീഷൻസ്, മതിയായ രക്ഷ, മതിയായ സൗകര്യങ്ങളെല്ലാം തന്നെ തൊഴിലാളികൾക്ക് ഏർപ്പെടാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്രൈസൽ ആൻഡ് അസസ്മെന്റ്, അറിയാം, തൊഴിലാളികളെ അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അവർക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇത്രയൊക്കെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് HR ഡിപ്പാർട്ട്മെന്റ് ആണ്. ചെറിയ ചെറിയ പോയിന്റ്സ് ആയത് വൈഡായിട്ടൊന്നും പഠിക്കേണ്ടതില്ല, ജസ്റ്റ് മനസ്സിലാക്കാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തെടുത്തത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കൂടുതൽ എടുത്ത് പോയി തോന്നുന്നുണ്ടോ? അല്ലെ, ആക്ഷൻസ് തുടങ്ങിയല്ലേ നമ്മൾ എടുത്തത്. കുഴപ്പമില്ലല്ലോ. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? കുഴപ്പമില്ല. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? കേളേ, ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടോ? എല്ലാവരും സമ്മതിച്ചു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.